എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാന്തീഷ് കുമാർ, പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളും ഗണിതശാസ്ത്ര അധ്യാപകനുമാണ്. 2026-27 അധ്യയന വർഷത്തിലെ +1 ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. അതിലെ ആദ്യത്തെ ഘട്ടമായ ഓൺലൈൻ അപേക്ഷാ സമർപ്പണ സമയത്ത് രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും കയ്യിൽ താഴെ പറയുന്നവയ്ക്ക് ആവശ്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വളരെ വേഗത്തിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒന്ന് SSLCയുടെ രജിസ്റ്റർ നമ്പറാണ്. രണ്ടാമത്തേത് കുട്ടിയുടെ ജനന തീയതിയാണ്. 3 കുട്ടി പരീക്ഷ പാസ്സായ വർഷം, മാസം എന്നിവയാണ്. ഇത് കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്ന പ്രിന്റ് ഔട്ടിൽ ഈ വിവരങ്ങൾ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈലിൽ 1 ടൈം പാസ്വേഡ് OTP ലഭ്യമാകും. അപ്പോൾ ആ OTP ലഭിക്കുന്നതിനാവശ്യമായ ഒരു മൊബൈൽ കയ്യിലുണ്ടാകണം. കൃത്യമായ ജാതി വിവരം അത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അതിനാവശ്യമായ ഡോക്യുമെന്റുകൾ കയ്യിൽ കരുതിയാൽ മതി. ഇനിയും കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളും ആ സ്കൂളിന്റെ കോഡ്, അത് ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകൾക്കാണെങ്കിൽ മാത്രമേ കോഡ് ലഭ്യമാകുകയുള്ളൂ. മറ്റൊന്ന്, OEC വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ അതിനാവശ്യമായ രേഖകൾ കയ്യിൽ കരുതണം. കുട്ടിയുടെ ആധാർ നമ്പർ, ഇനി കുട്ടിക്ക് ബോണസ് പോയിന്റുകൾ ലഭ്യമാകുന്ന NCC, SPC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, നീന്തൽ, സ്പോർട്സിലെ വിവിധ ഇനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബോണസ് പോയിന്റുകൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ രേഖകൾ. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ്. ഇനിയും മുന്നോക്ക സമുദായക്കാരിൽ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കിട്ടുന്ന EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, രക്ഷകർത്താവിന്റെ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയാണ് എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ്. പക്ഷെ ഇതിന്റെ ആനുകൂല്യം ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രമേ ലഭ്യമാകൂ, എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ലഭ്യമാകില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, അപേക്ഷാ ഫോമിന്റെ അവസാന ഘട്ടത്തിൽ കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂള്, ഇതിന്റെ കോഡുകളാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കിയ ഒരു ലിസ്റ്റുമായി മാത്രമേ കുട്ടികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് ഇരിക്കാവൂ. അതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മനസ്സിലുള്ള ആദ്യത്തെ ഓപ്ഷൻ ബയോളജി സയൻസ് ആണെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഏതൊക്കെ സ്കൂളുകളിൽ ബയോളജി സയൻസ് ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ സ്കൂളുകളെ 1, 2, 3, 4 എന്ന ക്രമത്തിൽ ആദ്യം തയ്യാറാക്കുക. അപ്പൊ ആ സ്കൂളുകളിൽ ബയോളജി സയൻസിന്റെ ഓപ്ഷൻ നമ്മൾ ആദ്യം കൊടുക്കണം. ഇനി അതിനുശേഷം ബയോളജി സയൻസ് അല്ല, അതിനുശേഷം നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഏതൊക്കെ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ആ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്കൂളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. അതിൽ നിങ്ങൾ 1, 2, 3 എന്ന ക്രമത്തിൽ ഒരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുക. യാതൊരു കാരണവശാലും നിങ്ങൾ വിഷയങ്ങൾ മിക്സ് ചെയ്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കരുത്. അതായത് ഒരു സ്കൂളിലെ തന്നെ ബയോളജി സയൻസ് ആദ്യത്തെ ഓപ്ഷൻ, ആ സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് രണ്ടാമത്തെ ഓപ്ഷൻ, ആ സ്കൂളിലെ കൊമേഴ്സ് മൂന്നാമത്തെ ഓപ്ഷൻ, ആ സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് 4ാമത്തെ ഓപ്ഷൻ എന്നിങ്ങനെ ഒരു കാരണവശാലും കൊടുക്കരുത്. കൊടുക്കുമ്പോൾ ബയോളജി സയൻസ് ആണ് ഓപ്ഷൻ എങ്കിൽ അതുള്ള സ്കൂളുകൾ ആദ്യം റെഡിയാക്കുക. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള വിഷയങ്ങളുടെ ക്രമത്തിൽ വേണം സ്കൂളുകൾ തയ്യാറാക്കി കൊടുക്കാൻ. പലപ്പോഴും പല വർഷങ്ങളിലും വിഷയങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾക്ക് പലപ്പോഴും സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാറുണ്ട്. അതൊന്ന് പ്രത്യേകം മനസ്സിൽ കരുതണം. ഇത്രയും കാര്യങ്ങളുമായിട്ട് വേണം രക്ഷകർത്താക്കളും കുട്ടികളും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.